റിലയൻസ് എങ്ങനെ വാട്സപ്പിന് ഉപയോഗപ്പെടുത്തുന്നു എന്ന് നോക്കാം. ഞാൻ ഈയിടെയായിട്ട് ഫേസ്ബുക്കിൽ കണ്ടൊരു ആഡാണ് റിലയൻസ് ഡിജിറ്റലിന്റെ. അവരെന്തുകൊണ്ട് ഈ ഒരു വാട്സപ്പിന് ഉപയോഗപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് ഈ ഒരു കോൾ ടു ആക്ഷൻ, ഈ ഒരു ആഡിന്റെ കോൾ ടു ആക്ഷൻ ഒരു വെബ്സൈറ്റിലേക്കോ മറ്റോ കൊടുക്കാൻ കഴിയായിട്ടോ അല്ലെങ്കിൽ അതിനെ അറിയായിട്ടോ എന്നല്ല, നേരെ വാട്സപ്പിലേക്ക് കൊണ്ടുവരുന്നു, ഒരു കൂപ്പൺ കോഡ് ജനറേറ്റ് ചെയ്യുന്നു. നമ്മൾ ആ കൂപ്പൺ കോഡ് കൊണ്ട് അവരുടെ ഫിസിക്കൽ സ്റ്റോർ വിസിറ്റ് ചെയ്യുന്നു, അത് റെഡീം ചെയ്യുന്നു. അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാം വേണ്ടത് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് കൊടുക്കുക, പുതിയൊരു കാര്യം വാട്സപ്പിലൂടെ നടത്തുക എന്നുള്ളതാണ്. അതിലൂടെ അവർക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ആ ഒരു കസ്റ്റമറെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു. ഇതാണ് റിലയൻസ് ഡിജിറ്റലിന്റെ ഫേസ്ബുക്ക് ആഡ്. നമ്മൾ ജസ്റ്റ് ഈ ഒരു ആഡിന്റെ വാട്സപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വാട്സപ്പിലേക്ക് റീഡയറക്ട് ചെയ്ത് പോകും. അതിന്റെ കോൾ ടു ആക്ഷൻ വാട്സപ്പിലാണ്. അത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു മെസ്സേജ് അതിൽ കോൺവെർസേഷൻ സ്റ്റാർട്ട് എന്ന രൂപത്തിലുണ്ട്, അത് അയച്ചു കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കൂപ്പൺ കോഡ് ജനറേറ്റ് ചെയ്തിട്ട് വന്നു. ഇനി ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അടുത്തുള്ള റിലയൻസ് ഡിജിറ്റലിന്റെ സ്റ്റോർ കാണിക്കും. ഉണ്ടോ ഇവിടെ അടുത്തിപ്പോ പെരിന്തൽമണ്ണ എന്നുള്ള സ്റ്റോർ കാണിക്കുന്നു. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ആ ലൊക്കേഷൻ അവർ ക്യാപ്ചർ ചെയ്തു, എന്നിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള ഒരു ഔട്ട്ലെറ്റ് കാണിക്കുകയാണ്. അപ്പൊ ആ ഷോപ്പ് നോ എന്നുള്ളൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ നമ്മൾ ആ ഒരു കൂപ്പൺ കോഡ് കൊണ്ട് അവരുടെ സ്റ്റോറിലേക്ക് എത്തിക്കുകയാണ്, അവരുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യിക്കുക. എന്നിട്ട് അവിടെ ഇപ്പൊ നമ്മൾ അവിടെ പല പ്രൊഡക്റ്റുകളും നമ്മൾ കാണും, അപ്പൊ അതെല്ലാം പർച്ചേസ് ചെയ്യും എന്നുള്ളൊരു രൂപത്തിൽ ആളുകളെ അങ്ങോട്ട് എത്തിക്കുക. കൂടാതെ നമ്മുടെ ഡാറ്റ കിട്ടും ചെയ്തു, മൊബൈൽ നമ്പർ, കാര്യങ്ങളെല്ലാം. അപ്പോ ഇതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ പുതിയ സ്ട്രാറ്റജികളൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളൂ. അതുപോലെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ ഉണ്ടാവും, അതിൽ കണക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.